എല്ലാവർക്കും എക്സാമിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 5ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ ഒരു മനോഹരമായ കവിതയുണ്ടല്ലോ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആശാൻ എഴുതിയ, കുമാരനാശാൻ എഴുതിയ പുഷ്പവാടി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ഒരു മനോഹരമായ കവിത ഏതാണ് മക്കളെ? പരിക്കേറ്റ കുട്ടിയില്ലേ, എനിക്കെപ്പോഴും പരിക്കാ സാറേ, ഇന്നലെ കളിക്കാൻ പോയി വീണെൻ്റെ കൈ പൊട്ടി, ഇന്നലെ ക്രിക്കറ്റ് കളിക്കാൻ പോയി എൻ്റെ കാല് പൊട്ടി, ഇന്നലെ മരത്തിൽ കയറി എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു സാറേ എന്ന് പറയുന്ന കുഞ്ഞു മക്കളില്ലേ, 5ാം ക്ലാസ്സിലെ മുത്തുമണികളില്ലേ, നിങ്ങളെല്ലാവരും പരിക്ക് പറ്റുന്നവരല്ലേ? സാറിനും അങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പണ്ട് ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ സാറിൻ്റെ കൈയൊക്കെ ഇങ്ങനെ പൊട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ സാറിങ്ങനെ ഓർത്തു പോയി കവിത പഠിപ്പിക്കുമ്പോൾ. അപ്പം എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ ഉറപ്പായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന, എന്നാൽ മനോഹരമായ, അർത്ഥപൂർണമായ, നല്ല വാത്സല്യമുള്ള, അമ്മയുടെ സ്നേഹമധുര സ്പർശമേൽക്കുന്ന സുന്ദരമായ കവിതയാണ് കുമാരനാശാൻ്റെ പുഷ്പവാടിയിലെ പരിക്കേറ്റ കുട്ടി എന്ന് പറയുന്ന കവിത. സെറ്റല്ലേ? ഈ കവിത പഠിക്കുമ്പോൾ എൻ്റെ മക്കൾ നിങ്ങളുടെ അനുഭവം ഒന്ന് ഓർത്തു വെക്കണം. നിങ്ങളുടെ ഫുട്ബോൾ കളിക്കാൻ പോയപ്പം, ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പം, ഷട്ടിൽ കളിക്കാൻ പോയപ്പം, ഒളിച്ചുമുത്ത് കളിച്ചപ്പം, അല്ലെങ്കിൽ മരത്തിന് മുകളിൽ കയറി വീണപ്പുണ്ടായ ഒരു അനുഭവം ഇല്ലേ? നമ്മുടെ അമ്മ ഓടി വരുമല്ലേ, എന്താടാ നിനക്ക് പറ്റിയത്, നീ വീണാ എന്ന് പറഞ്ഞ ഒരാൾ ഓടി വരൂല്ലേ? അതാരാ? നമ്മളെ അമ്മയല്ലേ. നമ്മളെ അമ്മ ഓടി വന്ന് നമ്മളെ എന്ത് ചെയ്യും? ശാസിക്കോ അല്ല, ആദ്യം നമ്മൾ വഴക്ക് പറയും. പക്ഷേ അമ്മ സ്നേഹത്തോടെ ആ മുറിവൊക്കെ ഒന്ന് വെച്ച് കെട്ടി നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കില്ലേ? അതേപോലെ ഒരു കൊച്ചുകുട്ടി കളിക്കാൻ പോയപ്പം മരത്തിൽ കയറിയപ്പോൾ റൊസാപ്പൂവിൻ്റെ മുള്ളു കൊണ്ട് പോറി താഴെ വീണ് മുറിവ് പറ്റിയപ്പോൾ ആ അമ്മ ആ കുഞ്ഞിക്ക് കൊടുക്കുന്ന സ്നേഹമാണ്, കരുതലാണ് നമ്മുടെ കുമാരനാശാൻ്റെ പരിക്കേറ്റ കുട്ടി എന്ന് പറയുന്ന ഈ കവിത. സെറ്റല്ലേ? അപ്പം നമ്മൾ ഈ കവിതയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ കവിത തുടങ്ങാൻ പോവുകയാട്ടോ. അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ കരയായി കോമനെ, കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി കോമനെ വരുന്നു ഞാൻ. പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞതേ, തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ, മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും, മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളും നീ, കരുതേണ്ട തല്ലും ഇതിനായി ഞാനെന്നു കരയേണ്ട, നോവുമകന്നു പോം അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി, ഉരിച്ചി വണ്ണശതം ഓരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ, സ്ഫുരിച്ച പുഷ്പത്തെയെ എളിപ്പോലെ കുട്ടിച്ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. അല്ലേ? പുഷ്പവാടിയിലെ കുമാരനാശാൻ്റെ കവിതയാണ് ഇത്, നമ്മുടെ പരിക്കേറ്റ കുട്ടി എന്ന് പറയുന്ന കവിത. ഇനി സാറ് ഈ കവിതയുടെ ഓരോ വരികളും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തരാം. എൻ്റെ കുഞ്ഞുമക്കളൊന്ന് കേട്ടാൽ മാത്രം മതി കേട്ടോ. അരികത്തമ്പോട് വരുന്നുണ്ടമ്മ, അരികത്തൻപോട് അൻപ് വെച്ച സ്നേഹം. ആ ഒരു കുട്ടി എന്താണ്, വീണുപോയി. തൻ്റെ മകൻ വീണ് പോയപ്പം അമ്മ ആ കുട്ടിയുടെ അടുത്തേക്ക് സ്നേഹത്തോട് ഓടി വരിക. അയ്യോ മോനെ, നിനക്ക് എന്ത് പറ്റിയടാ, എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചിട്ട് അമ്മ ഓടി വരികയാണല്ലേ. അരികത്തൻപോട് സ്നേഹത്തോടു കൂടി അമ്മ വരികയാണ്. വരുന്നുണ്ട് അമ്മ ഞാൻ കരയായി കോമനെ, നീ മകൻ കരഞ്ഞുകൊണ്ട് അമ്മ ഞാൻ വീണ് പോയി അമ്മ, എൻ്റെ കൈ മുറിഞ്ഞ അമ്മ, എനിക്ക് വേദനിക്കുന്ന അമ്മ, എനിക്ക് വേദനിക്കുന്ന അമ്മ എന്ന് ഈ മകൻ കരയുമ്പോൾ ഈ അമ്മ സ്നേഹത്തോടു കൂടി, അൻപോടുകൂടി, ഹൃദയത്തിൻ്റെ സ്നേഹവിശാലമായ ആ വികാരത്തോടുകൂടി അമ്മ ഓടി വരികയാണ്. മോനെ എന്ന് വിളിച്ച് അമ്മ ഓടി വന്നു. അരികത്തൻപോടുകൂടി അമ്മ വന്നു. അപ്പം മകൻ ഇങ്ങനെ കരയാണ്. എനിക്ക് വയ്യ അമ്മയെ, മുറിഞ്ഞു പോയി എന്ന് മകൻ കരഞ്ഞു. കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി കോമനെ. അമ്മ മകനെ ആശ്വസിപ്പിക്കുകയാണ്. മകനെ, നീ നിൻ്റെ ചുണ്ടും അല്ലേ മുഖവും ചുളിച്ച് കരയാതിരിക്കടാ. അമ്മ പറയാടാ, നീ കരയാതിരിക്കേ, കുഴപ്പമില്ല, വീണില്ലല്ലോ. ചെറുപ്പകാലത്ത് നമ്മൾ വീഴും, മുറിവ് പറ്റും. പക്ഷെ അതിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുക. വീഴാൻ പാടില്ല, മുറിവ് പറ്റാൻ പാടില്ല എന്ന് നമ്മൾ പഠിക്കുക. നീ അമ്മ മകനോട് പറയാണ്, മകനെ സാരമില്ലടാ, പോട്ടെ, നീ വീണോട്ടെ, പരിക്ക് പറ്റിക്കോട്ടെ, ഇച്ചിരി മുറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. നാളെ നീ വീഴാൻ പോകുന്ന
പല സന്ദർഭങ്ങളിലും നിനക്ക് വീഴാതിരിക്കാൻ, നിനക്ക് മുറിവ് പറ്റാതിരിക്കാൻ ഈ ഒരു വീഴ്ച നല്ലതാണ് എന്ന് അമ്മ പറയാണ്. അമ്മ സ്നേഹത്തോടു കൂടി അൻപോടു കൂടി മകൻ്റെ അടുത്ത് ഓടി വരികയാണ്. മകൻ വീണിട്ട് കരയുമ്പോൾ അമ്മ പറയാണ്, മകനെ നീ മുഖം ചുളിക്കാതെ, നീ കരൾ വാടാതെ, നീ സങ്കടപ്പെടാതിരിക്കടാ, കുഴപ്പമൊന്നുമില്ല, ഇത് റെഡിയാവും, പെട്ടെന്ന് ഉണങ്ങുമെന്ന് അമ്മ മകനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം മകൻ ഇങ്ങനെ കരയാ, അമ്മ എനിക്ക് എനിക്ക് വേന പറ്റുന്ന അമ്മേ. അപ്പം ഈ മകനെ അമ്മ ആശ്വസിപ്പിക്കുകയാണ്. മകനെ നീ കരയാതിരിക്കട എന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുന്നു. അമ്മ ഓടി വരുവാ ഞാൻ എന്ന് പറഞ്ഞ അമ്മ മകൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വരുക, സൂപ്പർമാൻ വരുന്ന പോലെ അമ്മ ഇങ്ങനെ ഓടി വരിക. ഓക്കെ, നിങ്ങൾ എത്ര പേര് ഇങ്ങനെ വീണ് പോയിട്ട് നിങ്ങളുടെ അമ്മ ഓടി വന്നിട്ടുണ്ട്? എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ ഞാൻ വീണ് എൻ്റെ അമ്മ ഫസ്റ്റ് വരും, ഒരൊറ്റ അടി തരും. അപ്പം ഞാൻ കറങ്ങി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അമ്മ ബാക്കി ചോദ്യം ചോദിക്കൂ, എന്താ പറ്റിയേ? നിങ്ങളുടെ അപ്പഴേ പറഞ്ഞേ കുർത്തുകെട്ട് കളിക്കാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കവിതയിൽ അമ്മ മകനെ ചീത്ത പറയുന്നൊന്നുമില്ല. അമ്മ സ്നേഹത്തോടെ വന്ന് മകനെ ആശ്വസിപ്പിക്കുകയാണ്. അതാണ് ആദ്യത്തെ 4 വരികളിൽ പറയണേ. പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ. അമ്മ പറയാണ്, പനിനീർ എന്ന് പറഞ്ഞ എന്താണ് മക്കളെ? റോസ് അല്ലേ? റോസ് ചെടിയിലെ പനിനീർ പൂവ്. റോസ് ചെടിക്ക് എന്തുണ്ട്? മുള്ളുണ്ടല്ലേ? റോസ് ചെടി ഇങ്ങനെയാണെങ്കിൽ അതിനെന്തുണ്ട്? മുള്ളുണ്ട്. റോസ് ചെടിക്ക് മുള്ള് കാണാൻ പറ്റുമല്ലേ? റോസ് ചെടി എങ്ങനെ വരക്കുക മക്കളെ? ഇങ്ങനെയല്ല റോസ് ചെടി വരക്കുക, ഇലകളൊക്കെ ആയിട്ട്. ഓക്കെ ആവട്ടെ. ഇപ്പം എന്തുണ്ട്? റോസ് ചെടി പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റ്, റോസാപ്പൂവിൻ്റെ മുള്ളേറ്റ് ഈ മകൻ്റെ കൈയും കാലും ഒക്കെ മുറിഞ്ഞു പോയി. അയ്യോ, അമ്മ പറയാ, പനിനീർ ചെമ്പകത്തിൻ്റെ മുള്ളേറ്റ് നിൻ്റെ കൈയും കാലും ഒക്കെ മുറിഞ്ഞു പോയോ മകനെ എന്ന് അമ്മ മകനോട് ചോദിക്കുകയാണ്. തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ. മാവ് അല്ലേ? മാങ്ങാ മരത്തിൻ്റെ മാവ്. ഈ മകൻ തൈമാവിൽ മാവിൽ കയറിയിട്ട് മകൻ്റെ എന്ത് മുറിഞ്ഞു? കൈകാലുകളൊക്കെ മുറിഞ്ഞു, കാൽമുട്ടുകൾ മുറിഞ്ഞു. ഈ കുറച്ച് കുസൃതിയാണ്. ചെക്കൻ ചില്ലറ ചെക്കനൊന്നുമല്ല, ചെക്കൻ നല്ല കുർത്തുകേടുണ്ട് അല്ലേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് ഇറങ്ങാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് ഈ ഒരു മുറിവൊക്കെ സംഭവിക്കോ? ഇല്ല. ഇപ്പം നിങ്ങൾ പറയും, സാറേ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മുറിവൊക്കെ പറ്റും, നിങ്ങളും പണ്ട് കളിച്ചിട്ട് മുറിവൊക്കെ പറ്റിയിട്ടില്ലേ, നമുക്കതൊക്കെ പറ്റും, നമ്മൾ കളിക്കാനൊക്കെ പോയി വീഴാറുണ്ടെന്ന് നിങ്ങൾ പറയും അല്ലേ? അതുതന്നെയാണ്. ഈ കുട്ടി അനങ്ങാതിരുന്നില്ല. ഈ കുട്ടി എന്ത് ചെയ്തു? മരത്തിൻ്റെ മുകളിൽ കയറി, മാവിൻ്റെ മുകളിൽ കയറി, മാവിൻ്റെ മുകളിൽ താഴെ വീണു, കാൽമുട്ടുകളൊക്കെ മുറിഞ്ഞു. കൂടാതെ വീണത് പനിനീർ പൂവിൻ്റെ, റോസാപ്പൂവിൻ്റെ മുകളിലായിരുന്നു. അതിൻ്റെ മുള്ളുകളും കൊണ്ട് ഈ കുട്ടിയൊക്കെ ആകെ മുറിഞ്ഞു. ഈ കുട്ടി ഈ മാവിൻ്റെ മുകളിൽ കയറി താഴെ വീണപ്പോൾ, പരിക്ക് പറ്റിയപ്പോൾ, റോസാപ്പൂവിൻ്റെ മുള്ളു കൊണ്ട് കരഞ്ഞപ്പോൾ ഈ അമ്മ ഓടി വന്ന് കുട്ടി അടിക്കുകയല്ല, മറിച്ച് സ്നേഹത്തോടെ വാത്സല്യ വാക്കുകൾ പറയുകയാണ്. കുഴപ്പമില്ലടാ, ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന അമ്മ തൻ്റെ കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. മരിച്ചിട്ടി പടം മുകളിൽ നിന്നയ്യോ. അപ്പോൾ ഈ കുട്ടി ഒരു പടം മറിച്ചിട്ടു, അതായത് ഒരു ചിത്രം കുട്ടി താഴെ വീണ് മറിച്ചിട്ടു, പൊട്ടിച്ചു എന്നാണ് പറയണേ. മുറിച്ചിതേ പൊന്നിറു കൈയും അല്ലേ? അവൻ്റെ നെറ്റിയും കൈയും ഒക്കെ അവൻ മുറിച്ചിട്ടു, ആ ചിത്രം താഴെ വീഴ്ത്തിയിട്ട്. മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളും നീ അല്ലേ? ഈ കുട്ടി മരത്തുനിന്ന് മാത്രമല്ല വീണേ, വീട്ടിൽ പോയിട്ട് ഈ ബെഡിൻ്റെ മുകളിൽ ഇങ്ങനെ തുള്ളി കളിച്ച് ബെഡിൻ്റെ മുകളിൽ നിന്ന്. എന്നിട്ടോ ബെഡിൻ്റെ മുകളിൽ നിന്ന് കളിച്ചിട്ട് ഈ ഫോട്ടോ ഇല്ലേ, ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ, അതും താഴെയിട്ട് നെറ്റിന് മുകളിൽ വീണു, അതും മുറിഞ്ഞു, കൈയും കാലമൊക്കെ മുറിഞ്ഞു, ആകെ നാശമായി. അപ്പം ഈ കുട്ടി നല്ല കുർത്തക്കേടാ, മരത്തുനിന്നും വീണു, ചെമ്പകപ്പൂവിൻ്റെ മുള്ളും കൊണ്ട് മുറിഞ്ഞു. പോരാത്തതിന് റൂമിൽ കട്ടിൻ്റെ മുകളിൽ കയറി തുള്ളി കളിച്ചിട്ട് ഫോട്ടോയും താഴെ വീണ് നെറ്റിനും കൊണ്ട് മുറിഞ്ഞു, ആകെ അൽക്കൊയ്ത്തായി. ഓക്കെ, അപ്പം ഈ അമ്മ ഈ സമയം കുട്ടിയെ ശകാരിക്കുകയല്ല, ചീത്ത പറയുകയല്ല, മറിച്ച് എന്താണ് മക്കളെ? അമ്മ കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ പറയാണ്, എടാ കുഴപ്പമില്ലടാ, റെഡി ആവും, ഈ മരുന്നൊക്കെ വെച്ചാൽ ഈ വേദനയൊക്കെ മാറുമെന്ന് കുട്ടിയെ അമ്മ ആശ്വസിപ്പിക്കുകയാണല്ലേ. എന്ന് നല്ല അമ്മയാ. നമ്മുടെ അമ്മയാണെങ്കിൽ ഒറ്റ അടിയാണ്, അപ്പോഴാണ് നമ്മ അങ്ങെത്തും അല്ലേ? ഈട് നിറച്ച ഗൾഫിലെത്തും, അത്രയും പവറിലടിക്കും. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ എന്താ ചെയ്യുന്നത്? ആശ്വസിപ്പിച്ചു. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. കരുതേണ്ട തല്ലും ഇതിനായി ഞാനിന്ന് കരയേണ്ട അല്ലേ? നീ കരുതണ്ടടാ, ഞാൻ നിന്നെ തല്ലുമെന്നില്ല. അമ്മ പറയാ. ഈ കുട്ടി എന്തിനാ പേടിച്ചത്? അമ്മ തല്ലുമെന്ന് പേടിച്ച്, അമ്മയുടെ തല്ലാണ് കുട്ടി പേടിച്ച് കരയണേ. അമ്മ എന്നെ തല്ലോ, അമ്മ എന്നെ തല്ലേ, എനിക്ക് വേദനിക്കും, അമ്മ എന്നെ തല്ലെല്ലാം പാടില്ലേ, അമ്മ എന്നെ തല്ലല്ലേ, ഞാൻ അറിയാണ്ട് കളിച്ചപ്പോൾ വീണ് പോയത് അമ്മേ, എന്നെ തല്ലല്ലോ അമ്മേ എന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടാവും. ഈ അമ്മ പറയാണ്, മകനെ ഞാൻ നിന്നെ തല്ലാൻ വന്നതല്ലടാ, നിന്നെ ഞാൻ തല്ലോ എൻ്റെ പൊന്നും കേട്ടല്ലേ. പുന്നാരേ എൻ്റെ പൊന്നും കൊടുക്കേ നീ, ചെന്തെങ്ങിൻ തേങ്ങ കൊത്തല്ലേ ചിരിക്കുമ്പം പെണ്ണേ നീ.
മകളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞൂതേ, മകളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞൂതേ അല്ലേ. പുന്നാരേ പുന്നാരേ എൻ്റെ പൊന്നും കൊടുക്കേ നീ, ചെന്തെങ്ങിൻ തേങ്ങ കൊത്തല്ലേ ചിരിക്കുമ്പോൾ പെണ്ണേ നീ എന്ന് പറയുന്ന പോലെ അമ്മ മകനോട് പറയുകയാണ്, എൻ്റെ പുന്നാരേ പൊന്നും കൊടുക്കേ, ഞാൻ നിന്നെ തല്ലാൻ വന്നതല്ല, നിന്നെ സ്നേഹത്തോടെ പരിചരിക്കാൻ, നിന്നെ സഹായിക്കാൻ, നിന്റെ മുറിവിൽ മരുന്ന് വെക്കാൻ വന്നതായി അമ്മ എന്ന് ഈ അമ്മ ആദ്യം തന്നെ കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ആശ്വാസമായി. ഹായ്, അമ്മ എന്നെ അടിക്കാൻ വന്നതല്ല, അമ്മ എന്നെ അടിക്കാൻ വന്നതല്ല എന്ന് കുട്ടിക്ക് മനസ്സിലായി. നോവും അകന്നുപോം അറിയാ പൈതൽ നീ, കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണിയല്ലേ. നോവും അകന്നുപോവും. നോവ് വെച്ചെന്താണ്? വേദന. നോവ് വെച്ചാൽ വേദന. ഇപ്പം ഈ വേദന എല്ലാം അകന്നു പോകുന്ന അമ്മ പറയാണ്, നിനക്ക് ഇപ്പോൾ സംഭവിച്ച ഈ വേദന, ഈ വീണപ്പോൾ നിനക്ക് പറ്റിയ മുറിവിൻ്റെ വേദന കുറച്ച് കഴിഞ്ഞാൽ അകന്നു പോകും, നിനക്ക് വേദന ഇല്ലാതാകും. പക്ഷേ ഈ വീണപ്പോൾ നിനക്ക് കിട്ടിയ പാഠം അത് നിനക്കൊരു ഭൂഷണമാണ്. ഭൂഷണം വെച്ചാൽ അലങ്കാരം അല്ലേ, അലങ്കാരം. അതായത് നിനക്കിപ്പോൾ മുറിവ് പറ്റിയില്ലേ, ആ വേദന കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും, ഉണങ്ങിപ്പോകും. പക്ഷേ ഈ വീണപ്പോൾ നിനക്ക് കിട്ടിയ ഈ ഒരു പാഠം, അനുഭവം അതെപ്പോഴും ഉള്ളിലുണ്ടാകണം. കാരണം കുർത്തക്കേട് കളിക്കാൻ പാടില്ല. മരത്തിന് മുകളിൽ കയറിയാൽ വീണു പോകും. റോസാപ്പൂവിൻ്റെ മുകളിൽ വീണാൽ മുറിവ് പറ്റും. മുള്ളിൽ കൊണ്ടിട്ട് കട്ടിൻ്റെ മുകളിൽ നിങ്ങൾ തുള്ളി കളിച്ചാൽ താഴെ വീഴും, ഫോട്ടോ കണ്ണിൽ വീഴും, മുറിവ് പറ്റും, നിനക്ക് വേദനിക്കും എന്ന അറിവ്, എന്ന തിരിച്ചറിവ്, എന്ന പാഠം, എന്ന ഗുണപാഠം, അതാണ് ഈ അമ്മ മകനോട് പറയുന്നത് അല്ലേ. നിനക്ക് ഈ വേദന, നിൻ്റെ ഈ നോവ് എല്ലാം അകന്നു പോകും. പക്ഷേ നീ കളിച്ചപ്പോൾ നിനക്കുണ്ടായി ഈ വേദന, കളിയാടിയേറ്റ മുറിവ്, കളിക്കുമ്പോൾ സംഭവിച്ച ഈ മുറിവ് ഭൂഷണമാണ് നിനക്ക്, അലങ്കാരമാണ്. ഇനി കുർത്തക്കേട് കളിക്കാൻ പാടില്ല എന്ന തിരിച്ചറിവാണ് നിനക്ക് ഈ വീഴ്ചയിൽ നിന്ന് കിട്ടിയതെന്നാണ് അമ്മ മകനോട് പറയുന്നത്. ഉരച്ചി വണ്ണ ശതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാലുടനമ്മ അല്ലേ. കുട്ടിയുടെ മുറിവിൽ അമ്മ ഉമ്മ വെച്ചു. കുട്ടി വേദനിച്ച് ഇങ്ങനെ പൊളയാ, അമ്മേ എനിക്ക് വേദനിക്കുന്നു അമ്മേ, എനിക്ക് വേദനിക്കുന്നു അമ്മേ എന്ന് കുട്ടി പറഞ്ഞപ്പോൾ ഈ അമ്മ കുട്ടിയുടെ മുറിവിൽ മരുന്ന് വെച്ച്, കുട്ടിയുടെ മരുന്നിൽ മുറിവിൽ ഉമ്മ വെച്ച് ആ കുട്ടിയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ എന്ന് സുന്ദരിയായ, എന്ന് മനോഹരിയായ, മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ള അമ്മയല്ലേ അമ്മ. അമ്മ ഓടി വന്നിട്ട് കുട്ടിയെ അടിച്ചില്ല, മറിച്ച് കുട്ടിയോട് പറയാണ്, എടാ കുഴപ്പമില്ലടാ, കളിച്ചാലൊക്കെ വീഴും, ഒന്നും കുഴപ്പമില്ല, ഇച്ചിരി മുറിവും പറ്റും, പക്ഷേ നിനക്കിത് അലങ്കാരമാണ്, ഭൂഷണമാണ്, ഭാവിയിൽ നിനക്ക് വീഴാതിരിക്കാനുള്ള ഒരു ഉപദേശമാണ്, പാഠമാണ് ഈ വീഴ്ച നിനക്ക് തന്നത് എന്ന് ഈ അമ്മ ഈ കുട്ടിയോട് പറയുകയാണ്. എന്നിട്ട് ആ അമ്മ ആ കുട്ടിയുടെ മുറിവിലൊക്കെ ഉമ്മ വെച്ച് കൊടുക്കുകയാണ്. സ്ഫുരിച്ച പുഷ്പത്തെളിയെപ്പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. അപ്പോൾ ഈ കുട്ടിയുടെ മുഖത്ത് ചിരി വന്നു. എൻ്റെ അമ്മ എന്നെ അടിച്ചിട്ടില്ലല്ലോ അല്ലേ. കുട്ടിക്ക് സന്തോഷമായി, എൻ്റെ അമ്മ എന്നെ അടിച്ചിട്ടില്ല, ഈ മുറിവൊക്കെ ഉണങ്ങും എന്ന് അമ്മ പറഞ്ഞു. ഈ അമ്മ എൻ്റെ മുറിവിൽ മരുന്നൊക്കെ വെച്ചു. എങ്ങനെയാണ്? സ്ഫുരിച്ച പുഷ്പത്തെ തെളിയെപ്പോലെ, ഒരു പുഷ്പം വിടർന്ന പോലെ അല്ലേ, പുഷ്പം വിടർന്ന പോലെ ആര് ചിരിക്കുകയാണ്? ഈ കുട്ടി ചിരിക്കുകയാണ്. കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. കാർമേഘം പോയ ശശി എന്ന് വെച്ചാൽ ചന്ദ്രൻ അല്ലേ, അമ്പിളി മാവൻ. അമ്പിളി അമ്മാവ താമര കൊമ്പിലെന്തുണ്ട്, ചിന്തിച്ചിരിക്കാണോ താമഴ കൊമ്പനപ്പുറത്ത്. ആ പാട്ട് കേട്ടോ. അതേപോലെ ഈ കുട്ടിയുടെ മുഖത്ത് ഒരു പുഷ്പം വിരിഞ്ഞ പോലെ, കാർമേഘം നീങ്ങി നല്ല പൂർണ്ണ ചന്ദ്രൻ, അമ്പിളിമാമൻ തിളങ്ങിയ പോലെ കുട്ടി ഇങ്ങനെ ചിരിക്കുകയാണ്. ആയി, എൻ്റെ അമ്മ എന്തല്ല സ്നേഹമില്ല അമ്മയാ. ഞാൻ ഈ ഫോട്ടോയിലും പൊട്ടിച്ചപ്പോൾ, ഞാൻ വീണപ്പോൾ, എനിക്ക് മുറിവ് പറ്റിയപ്പോൾ എൻ്റെ അമ്മ എന്നെ അടിച്ചില്ല, എനിക്ക് മുറിവിൽ മരുന്നൊക്കെ വെച്ച് തന്നല്ലോ, നല്ല അമ്മ എൻ്റെ. അപ്പോൾ ഈ അമ്മ ഈ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ മകന് സന്തോഷമുണ്ടായി, മകൻ്റെ വേദനകളൊക്കെ മാറി. ഈ മകൻ്റെ മുഖം പുഷ്പത്തെ പോലെ തിളങ്ങാൻ തുടങ്ങി, ചന്ദ്രനെ പോലെ തിളങ്ങാൻ തുടങ്ങി. ഈ കാർമേഘം നീങ്ങി, ഈ കറുത്ത മേഘം മാറി, പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്ന പോലെ ഈ കുട്ടിയുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പ്രകാശം, ശശി എന്ന് പറഞ്ഞ ചന്ദ്രൻ, ചന്ദ്രൻ്റെ പ്രകാശം വന്നു എന്നാ പറയണേ. കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന് പറയുന്ന കവിതയിലെ വരിയാണ് ഇത് നമ്മളിപ്പോൾ പഠിച്ചത്. അല്ലടാ, പരിക്കേറ്റ കുട്ടി, നിങ്ങൾ 5ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ വീഴും, കുഴപ്പമില്ല, വീണോട്ടെ. നമ്മൾ വീഴ്ച നല്ലോണം പഠിക്കുക, അതെ, പക്ഷേ വീഴ്ച നമ്മൾ പഠിക്കണം, ഇനി അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി അല്ലേ. അതേ കുട്ടിയുടെ അമ്മ പറയുന്നേ, നീ വീണോട്ടെ, ചെറുപ്പത്തിൽ നീ വീഴും, പക്ഷേ ഭാവിയിൽ എൻ്റെ കുട്ടി വീഴാതിരിക്കാനുള്ള ഒരു തിരിച്ചറിവാണ് ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ കവിത എന്ന് പറയുന്നു. ഇനി നീ വീഴാൻ പാടില്ല, നിനക്കൊരു ഭൂഷണമാകണം എന്ന് പറഞ്ഞ് പരിക്കേറ്റ കുട്ടിയെ അമ്മ തൻ്റെ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി മകനെ ഉപദേശം കൊടുക്കുകയാണ്. അവസാനം അമ്മയുടെ ഉപദേശം കേട്ടപ്പോൾ മകൻ്റെ വേദനകളെല്ലാം മാറി, മകൻ വിടർന്ന പുഷ്പം പോലെ,
കാർമേഘം മാറിയ പൂർണ്ണചന്ദ്രനെ പോലെ മകൻ ചിരിക്കാൻ തുടങ്ങി, സന്തോഷിക്കാൻ തുടങ്ങി. അത്തരത്തിലെ പരിക്കുകളേറ്റാലും കുഴപ്പമില്ല, നമ്മളെ പരിക്കുകളൊക്കെ മാറി ജീവിതത്തിൽ വീണ്ടും ഉയർന്നു വരണമെന്ന ഗുണപാഠമാണ് നമ്മുടെ കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ പരിക്കേറ്റ കുട്ടി എന്ന് പറയുന്ന കവിത നമുക്ക് തരുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത്. മക്കളെ സെറ്റാണോ? ഈ കവിത സെറ്റല്ലടാ. ഇനി നമുക്ക് ഈ കവിതയിലെ കുറച്ച് ചോദ്യങ്ങളെയും നമ്മളെ എഴുത്തുകാരനായ കുമാരനാശാനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, കുമാരനാശാൻ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ. കാൽപ്പനിക വസന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഇത്രമാത്രം സ്നേഹാർദ്രമായ കവിതകൾ നൽകിയ ഒരു എഴുത്തുകാരനാരെ നമ്മുടെ കുമാരനാശാൻ. ഭാവനയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. ഏപ്രിൽ 12, 1873 ജനിക്കുകയും ജനുവരി 16, 1924 മരിക്കുകയും 1924 മരിക്കുകയും ചെയ്തു അദ്ദേഹം. അത് ബോട്ട് അപകടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി മരിച്ചു പോകുന്നത്. ആശാൻ്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി. ആശാൻ്റെ കൃതികളുണ്ട്. ചണ്ടാല ഭിക്ഷുകി, ലീല തുടങ്ങിയ ഒരുപാട് കരുണ, ഒരുപാട് കൃതികളുണ്ട്. സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആശാൻ്റെ കൃതികൾക്ക് കഴിഞ്ഞു എന്നാണ് പറയണേ. ജാതിപരമായിട്ട് മതപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ആശാൻ്റെ കൃതികൾ കൊണ്ടുവന്നു എന്നാണ് പറയണേ. ആധുനിക കവിത്രയത്തിലെ ഒരാളുമാണ് കുമാരനാശാൻ. അതായത് പുതിയ കവിത്രയത്തിലെ പഴയ പ്രാചീന കവിത്രങ്ങൾ ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, പിന്നെന്താണ് കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രങ്ങൾ ആരൊക്കെയാണ്? ഉള്ളൂരി, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ ആധുനിക കവിത്രയത്തിലെ ഒരാളാണ് ആര്? കുമാരനാശാൻ എന്ന് പറയുന്നത്. ആശയ ഗംഭീരൻ, സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളായി പറയാറുണ്ട്. അപ്പോൾ ആശയ ഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ കുമാരനാശാനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണെന്നും എൻ്റെ മക്കൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കവിതയിലെ ആശയം പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. ഇതൊന്ന് വായിച്ചാൽ തന്നെ കവിതയിലെ ആശയം പൂർണ്ണമായിട്ട് എൻ്റെ മക്കളെ മനസ്സിലേക്ക് കയറും. കളി കുട്ടികളുടെ ജീവിതമാണ് അല്ലേ? കളിച്ചിട്ട് ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് എൻജോയ് ചെയ്യണം, അല്ലാണ്ട് ഫുൾ പഠിപ്പ് മാത്രം നടക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പോൾ കുട്ടികളായാലും കളിക്കും. കളി കുട്ടികളുടെ ജീവിതമാണ്. കളികൾക്കിടയിൽ ഉണ്ടാകുന്ന വീഴ്ചകളും മുറിവുകളും സ്വാഭാവികമായും കുട്ടികൾക്ക് ആഭരണമായി മാറുന്നു അല്ലേ? കളിക്കുമ്പോൾ നമ്മൾ വീഴും മുറിയും, അതൊന്നും വലിയ പ്രശ്നമല്ല. അത് കുട്ടികൾക്കൊരു ആഭരണമാണ്, അലങ്കാരമാണ്. വീഴ്ചയിൽ നിന്നാണ് ഇനി വീഴാതിരിക്കാൻ നമ്മൾ പഠിക്കുക. അതൊരു അനുഭവമാണെന്ന് കവിത പറയുന്നു, ഒരു ഗുണപാഠമാണെന്ന് കവിത പറയുന്നു. അപൂർണതയ്ക്ക് വിരചിച്ചു വിശ്വം എന്ന കവിവാക്യം കുട്ടികളുടെ ഓരോ വീഴ്ചകളും ദർശിക്കാനാവും അല്ലേ? നമ്മൾ വീഴ്ചകളിലാണ് ഓരോന്ന് പഠിക്കുക എന്ന കവിവാക്യം ഇവിടെ വ്യക്തമാണ്. അപൂർണതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കുട്ടിയുടെ വളർച്ചയിലും വ്യക്തിത്വ വികാസത്തിലും ഒപ്പം നിൽക്കുന്ന രക്ഷകർത്താവിനെയാണ് കുമാരനാശാൻ സുന്ദരമായി ചിത്രീകരിക്കുന്നത് അല്ലേ? കുട്ടിയുടെ വളർച്ചയിലും വീഴ്ചയിലും ഒപ്പം നിൽക്കുന്ന രക്ഷിതാവ്. ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ എന്താ ചെയ്യുക? മാർക്ക് കുറഞ്ഞാൽ പറയും, നിനക്ക് മാർക്ക് കുറഞ്ഞോ? അപ്പുറത്തെ ഓൾക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ, നിനക്കെങ്ങനെ മാർക്ക് കുറഞ്ഞേ? ഫുൾ ടൈം കളിയല്ലേ, പഠിക്കൂല. അങ്ങനെ പറഞ്ഞ് മക്കളെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് രക്ഷാകർത്താക്കളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, മക്കളെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പഠിപ്പിക്കണം. അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കണം. അവർക്ക് പരിക്ക് പറ്റുമ്പോൾ അവരെ കൂടെ നിൽക്കണം. അവരുടെ വളർച്ചയിലും തളർച്ചയിലും മക്കളുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ മാതാപിതാക്കളെന്ന് കവിതയിലൂടെ കുമാരനാശാൻ പകർന്നു തരുന്നു. പൂർണ്ണതയിലേക്കുള്ള ഈ കുതിപ്പ് തന്നെയാണ് അറിയാനുള്ള വെമ്പലായി കുട്ടിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ പൂർണ്ണതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പനിനീർ പൂവിനെ സൗന്ദര്യത്തെ തൊടാൻ അടുത്തെറിയാൻ ശ്രമിക്കുമ്പോൾ മുള്ളറ്റ് മുറിവ് പറ്റുന്നതും മാവിൽ കയറി വീണ് കാൽമുട്ടിൽ ചതവ് പറ്റുന്നതുമെല്ലാം അനുഭവങ്ങളിലൂടെ അറിയാനുള്ള കുട്ടിയുടെ ശ്രമങ്ങളാണ് അല്ലേ? പനിനീർ പൂവിനെ തൊടാൻ പോകുമ്പോൾ കുട്ടിയുടെ കൈ മുറിഞ്ഞു, മാവിൽ കയറാൻ ശ്രമിക്കുമ്പോൾ കുട്ടി വീണു, ഇതൊന്നും കുഴപ്പമില്ല. നമ്മുടെ സൗന്ദര്യത്തെയും കഴിവിനെയും അറിയാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന പരാജയമാണ്. ഓരോ തോൽവിയിൽ നിന്നുമാണ് നമ്മൾ ഓരോന്നും പഠിക്കുമെന്ന് കവി പറയുന്നു. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. എത്ര ആയിരത്തോളം പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ടാണ് അവസാനം അദ്ദേഹം എന്ത് ചെയ്തത്? ബൾബ് കണ്ടുപിടിച്ചത്. മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു. ഇറ്റലിക്കാരൻ മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു. ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്താണ് അദ്ദേഹം റേഡിയോ കണ്ടുപിടിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുപാട് ഫ്രീക്കുകൾ അടിച്ച് പരാജയപ്പെട്ടാണ് അവസാനം അദ്ദേഹം കിട്ടുന്ന ഫ്രീക്കുകൾ അടിക്കുന്നത്. ഒരുപാട് സിസർ കട്ട് അടിച്ച് പരാജയപ്പെട്ടാണ് അദ്ദേഹം അവസാനം പെർഫെക്റ്റായ സിസർ കട്ടുകൾ അടിക്കുന്നത്. ലയണൽ മെസ്സി ഒരുപാട് ഷോട്ടുകൾ ഡ്രിബിളുകൾ ചെയ്ത് പരീക്ഷണം ചെയ്ത് പരാജയപ്പെട്ട് അവസാനമാണ് അദ്ദേഹം ഡ്രിബിളുകളും ഷോട്ടുകളും വിജയിക്കുന്നത്. അപ്പോൾ തോൽവികളാണ് ആദ്യം ഉണ്ടാവുക, പരാജയങ്ങളാണ്, വീഴ്ചകളാണ് ആദ്യം ഉണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ പഠിക്കണം, പാഠം ഉൾക്കൊള്ളണം എന്ന വലിയ ഗുണപാഠം കവിത നമുക്ക് തരുന്നു അമ്മയുടെ സംസാരത്തിലൂടെ. പൂർണ്ണതയ്ക്കായുള്ള
പുതിയ അറിവുകൾക്കായുള്ള ഈ വെമ്പലിനെ സ്നേഹത്തിൻ്റെ ശീതള സ്പർശം കൊണ്ട് അംഗീകരിക്കുന്ന പരിഗണിക്കുന്ന അമ്മയാണ് നാം ഈ കവിതയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ തൻ്റെ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന, സ്നേഹത്തോടെ തൻ്റെ കുട്ടിയെ പരിചരിക്കുന്ന ഒരു അമ്മയെ ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം സ്നേഹനിധിയായ അമ്മയെക്കുറിച്ചുമൊക്കെ ഈ പാഠഭാഗത്തിൽ കവി വ്യക്തമാക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾ കളിച്ചു വളരണം എന്നാണല്ലോ, കളികൾ അവരുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. കുട്ടികൾ കളിച്ചു വളരണമെന്നാണ് പറയണേ. അതായത് കളികൾ അവരുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. കേവലം പഠിപ്പ് മാത്രമല്ല, കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ആർത്തുല്ലസിച്ച് കളിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ മാത്രമാണ് അവരുടെ ബുദ്ധി വികാസം പ്രാപിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ എന്ന് കവി പറയുന്നത്. കളികളിലൂടെയാണ് അവർ പലതും പഠിക്കുന്നത്. ജയവും തോൽവിയും ഇടർച്ചയും വീഴ്ചയും എല്ലാം കളികളിൽ ഉണ്ടാകും. ഇപ്പം കളിയിൽ നിന്നാണ് ജയവും തോൽവിയും എല്ലാം കുട്ടികൾ പഠിക്കുക. ഒരു കുട്ടി കളിക്കാൻ പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. മതസൗഹാർദ്ദം പഠിക്കുന്നു, ജയവും തോൽവിയും ഏറ്റുവാങ്ങാൻ പഠിക്കുന്നു, ഒരു കൂട്ടായ്മ, പങ്കുവയ്ക്കൽ, സൗഹൃദമെല്ലാം കുട്ടികൾ പഠിക്കുന്നു. അത്തരത്തിൽ കുട്ടികളായാൽ കളിക്കാൻ പോകണം. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ വ്യക്തമാക്കുന്ന, കളിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന, ബാല്യകാലത്തിൻ്റെ നൈർമല്യം നിറഞ്ഞ ജീവിതാവസ്ഥകൾ വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ കവിതയാണ് പരിക്കേറ്റ കുട്ടി. ജീവിതത്തിൽ വിജയവും തോൽവിയും ഇടർച്ചയും തളർച്ചയും ഉയർച്ചയും ഉണ്ടാകുമെന്നും അവയ്ക്ക് നൽകേണ്ട പരിഗണന എത്രമാത്രം ആണ് എന്നും തിരിച്ചറിയുന്നത് കുട്ടികൾ കൂട്ടമായും ഒറ്റയ്ക്കും കളികളിൽ ഏർപ്പെടുമ്പോഴാണ്. കുട്ടികൾ കൂട്ടമായും ഒറ്റയ്ക്കും കളികൾ ഏർപ്പെടുമ്പോഴാണ് കളിയുടെ ജീവിതത്തിൻ്റെ അനുഭവം കുട്ടികൾ പഠിക്കുക. കളികൾ ഒരു പരീക്ഷണമാണ്. തങ്ങളുടെ ഭാവനയിൽ നിന്നുകൊണ്ട് ഉയരങ്ങൾ തേടാനും പുതിയവ അറിയാനുമുള്ള പരീക്ഷണങ്ങളാണ് കുട്ടികൾക്ക് കളികൾ. എന്നാൽ ആ കളികളിൽ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളാണ് ഒരു നല്ല സമൂഹത്തിന് മാതൃകയാവുന്നത്. ഓരോ കളിയിലും കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന മാതാപിതാക്കൾ സമൂഹത്തിന് മാതൃകയാണ്. അല്ലേ, ഇവിടെ പറയാണ് കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന മാതാപിതാക്കൾ സമൂഹത്തിന് മാതൃകയാണ്. നല്ലത് ചെയ്യാൻ, കുട്ടികളോടൊപ്പമായിരിക്കാൻ സമൂഹത്തിന് മാതൃകയാണ് ഓരോ മാതാപിതാക്കളും എന്ന് ഇതിലൂടെ അർത്ഥമാക്കുകയാണ്. തങ്ങളുടെ ഏതു വീഴ്ചയിലും തനിക്ക് താങ്ങാകുന്ന രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അല്ലേ, തങ്ങളുടെ ഏതു വീഴ്ചയിലും തനിക്ക് താങ്ങാകുന്ന രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആത്മവിശ്വാസം, കുട്ടികൾക്കിവിടെ ആത്മവിശ്വാസം കൊടുക്കുകയാണ് ആര്? രക്ഷകർത്താക്കൾ. കുട്ടി എന്തു ചെയ്താലും, കുട്ടി ഏതിലായിരുന്നാലും കുട്ടിക്കൊരു ആത്മവിശ്വാസം കൊടുക്കാൻ രക്ഷകർത്താക്കൾക്ക് സാധിക്കുന്നു. അങ്ങനെ സാധിക്കണമെന്ന കവി പറയണേ. നമ്മൾക്ക് എന്ത് പരിക്കും പറ്റിക്കോട്ടെ, നമ്മൾ ഏതവസ്ഥയിലും ആയിക്കോട്ടെ, കുട്ടികൾ പരിക്ക് പറ്റി വീണോട്ടെ, പക്ഷേ നമ്മളെ കുട്ടികൾക്ക് താങ്ങും തണലുമാകണം. കുട്ടികൾക്ക് നമ്മൾ വലിയൊരു സാധ്യത ഒരുക്കി കൊടുക്കണം. അവരെ ചീത്ത പറയുകയല്ല, കുട്ടികളോടൊപ്പം ആയിരുന്നുകൊണ്ട് അവരുടെ മുറിവൊക്കെ മരുന്ന് വെച്ച് അവർക്ക് വലിയ ജീവിത അനുഭവങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുകയാണ്. അത്തരത്തിൽ ഒരമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പരിക്കേറ്റ കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന ഒരു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ ഇവരെ പ്രതീകവൽക്കരിക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട കവി കുമാരനാശൻ ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ മക്കളെ? നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. കുട്ടിക്ക് പരിക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്? അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെ? കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ചോദ്യമാണ്. ഈ കരയുന്ന കുട്ടി എപ്പോഴാണ് ചിരിക്കാൻ തുടങ്ങിയത് എന്നാണ് ചോദ്യം. നോക്കാം. കുട്ടികൾ കുസൃതി കുടുക്കുകൾ ആണ്, അല്ലേ? കുട്ടികൾ എപ്പോഴും കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും. കുസൃതി കുടുക്കുകളാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അവർക്ക് ധാരാളം വീഴ്ചകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മരം കയറിയും വീട്ടിലെ ഉപകരണങ്ങളിലും മറ്റും അവൾ കയറുകയും ഇറങ്ങുകയും ഓടുകയും അറിയുകയും ചെയ്യും, അല്ലേ? എപ്പോഴും വെറുതെ ഇരിക്കുന്നവരല്ല കുട്ടികൾ. അവരിങ്ങനെ ഓടിക്കളിക്കും, ഓടി 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 കളിക്കുന്നവരെ കുട്ടികൾ. മരത്തിന് മുകളിൽ കയറും, വീട്ടിലെ സോഫൻ്റെ മുകളിൽ കയറും, വീട്ടുപകരണങ്ങൾ ഫ്രിഡ്ജ് ടി വി ഒക്കെ പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും കുർത്തക്കേട് കാണിക്കുന്ന കളികളിൽ ഏർപ്പെടുന്നവരാണ് കുട്ടികൾ. അതുകൊണ്ട് കുട്ടിത്തമുള്ളത് കൊണ്ടാണല്ലോ കുട്ടികൾ എന്ന് പറയുന്നത്. അവരുടെ വിനോദങ്ങളാണ് ഇതെല്ലാം, കുട്ടിയുടെ വിനോദങ്ങളാണ് ഇതെല്ലാം. കവിതയിലും കുട്ടി പലതവണ കട്ടിലിൽ കയറുകയും വീഴുകയും ചെയ്യുന്നുണ്ട്. കവിതയിലും കുട്ടി കട്ടിലിൽ കയറുകയും വീഴുകയും ചെയ്യുന്നുണ്ട്. പനിനീർ പൂവിൻ്റെ മുള്ളുകൊണ്ടും മരം കയറിയും ഒക്കെ കുട്ടി വീഴ്ചകൾ മുറിവുകളൊക്കെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പനിനീർ പൂവിൻ്റെ മുള്ളു കൊണ്ടിട്ടും മരത്തിൽ കയറിയും കുട്ടികൾക്ക് ഒരുപാട് മുറിവുകൾ സംഭവിക്കുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. അത്തരത്തിൽ മുറിവുകൾ സംഭവിക്കാനുള്ള ഒരു കാരണങ്ങൾ, അവസരങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് തേടി വരുന്നുണ്ട്.
എന്നാൽ ഈ വീഴ്ചകളിലൊന്നും നീ പേടിക്കുകയോ തളരുകയോ വേണ്ട എന്ന് അമ്മ പറയുകയും ഈ വീഴ്ചകളെല്ലാം നിനക്കുള്ള പാഠങ്ങളാണ് എന്ന് അമ്മ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കവിതയിൽ അമ്മ പറയാണ് കുട്ടിയോട്, മോനെ എടാ പിന്നാലെ കട്ടെ, നീ കരയണ്ടടാ, നീക്ക് വേദനിച്ചോട്ടെ, മുറിവ് പറ്റിക്കോട്ടെ, പക്ഷെ കുഴപ്പമില്ല, ഈ മുറിവിൽ നിന്നാണ്, ഈ വേദനയിൽ നിന്നാണ് നീ പല കാര്യങ്ങളും പഠിക്കുക എന്ന് എഴുത്തുകാരി ഈ കുട്ടിയോട്, ഈ അമ്മ ഈ കുട്ടിയോട് പറയുകയാണ്. ഈ വീഴ്ചകൾ പതറാൻ ഉള്ളതല്ല എന്ന് അമ്മയുടെ സ്നേഹമുള്ള പരിഗണനയിൽ നിന്നും തിരിച്ചറിഞ്ഞ കുട്ടിയിൽ നിന്നും വേദന അകലുകയും ചിരിക്കുകയും ചെയ്യുന്നു. അല്ലേ, ഈ വീഴ്ചകൾ നിനക്ക് പതറാനുള്ളതല്ല, നീ വീഴാനുള്ളതല്ല, നീ ശക്തമായി പോരാടേണ്ടവനാണ്, നീ തൻ്റെ പ്രശ്നങ്ങളെ എതിർത്ത് തോൽപ്പിക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയിൽ നിന്നും വേദന അകലുകയും ചിരിക്കുകയും ചെയ്യുന്നു. കുട്ടി വേദനയിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, ഉരച്ചി വണ്ണക്ഷതം ഓരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടൻ അമ്മ സരിച്ച് പുഷ്പത്തെ തളി പോലെ കുട്ടി ചിരിക്കാൻ കാർ നീങ്ങും ശശി പോലെ. വേദനിച്ചു കരയുന്ന കുട്ടി, കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മ, അമ്മയുടെ ആശ്വസിപ്പിക്കൽ, കുട്ടിയുടെ ഭാവമാറ്റം, ഇക്കാര്യങ്ങളെല്ലാം ഈ 4 വരികളിലുണ്ട്. ഇതിൽ അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭാവമാറ്റം എത്ര മനോഹരമായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതായത് കുട്ടി വീണപ്പോൾ ഈ അമ്മ കുട്ടിയെ താങ്ങി നിർത്തുന്നുണ്ട്, അമ്മ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ ആശ്വാസ വാക്കുകൾ കുട്ടിക്കുണ്ടായ മാറ്റം എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. തൻ്റെ വീഴ്ചകളിൽ ഉണ്ടായ മുറിവിനാൽ അമ്മയെ ഭയന്ന് നിലവിളിച്ച് കുഞ്ഞിനെ വിടർന്ന പൂവിൽ ഒരു വണ്ട് എത്രമാത്രം ആഴത്തിൽ ചുംബിക്കുമോ അത്രമാത്രം സ്നേഹത്തോടെ അമ്മ ചേർത്തണച്ചു. അല്ലേ, കുട്ടി ഇങ്ങനെ കളിച്ചപ്പോൾ വീണ് പോയി, കുട്ടി കരയാ, അമ്മ എനിക്ക് വേദന എടുക്കുന്ന അമ്മനെ അടിക്കല്ലേ, ഞാൻ ആവർത്തിക്കൂല, അമ്മനെ അടിക്കല്ലേ എന്ന് കുട്ടി കരഞ്ഞു. അപ്പം ഈ കുട്ടി പേടിച്ചു പോയി, അമ്മ അടിക്കുന്നു. പക്ഷെ അമ്മ എന്ത് ചെയ്തു? ഒരു വണ്ട് ഒരു പൂവിലെ ഉമ്മ വെക്കുന്ന പോലെ ഈ അമ്മ കുട്ടിയുടെ മുറിവിൽ ഉമ്മ വെച്ചു. ഈ അമ്മ കുട്ടിയെ ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നു. അമ്മയുടെ സ്നേഹത്തിൽ തൻ്റെ വേദനയും മുറിവുകളും ഇല്ലാതായി എന്ന് കുഞ്ഞിന് തോന്നി. ഈ അമ്മയുടെ സ്നേഹത്തിൽ തൻ്റെ മുറിവിൻ്റെ വേദനയും എല്ലാ ദുഃഖങ്ങളും കുട്ടിക്ക് ഇല്ലാതായി എന്നാണ് പറയണേ. പിന്നെയോ അതോടെ തൻ്റെ വേദനകൾ മറന്ന് കുഞ്ഞിൻ്റെ മുഖം ചിരിയാൻ മനോഹരമായി. ഈ അമ്മയുടെ സ്നേഹസ്പർശമേറ്റപ്പോൾ, ഈ അമ്മയുടെ സ്നേഹത്തിൻ്റെ കരുതലേറ്റപ്പോൾ ഈ കുട്ടി എല്ലാ വേദനകളും മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. വേദനിക്കുന്നവർക്ക് നൽകുന്ന സ്നേഹവും പരിഗണനയും അവരിൽ നിറക്കുന്ന ഉന്മേഷം, ആശ്വാസം എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന വരികളാണിത്. അല്ലേ, വേദനിക്കുന്നവർക്ക് നൽകുന്ന സ്നേഹവും പരിഗണനയും അവരിൽ നിന്ന് നിറക്കുന്ന ഉന്മേഷം, ആശ്വാസം എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിവാണ് ഈ വരികൾ തരുന്നത്. വേദനിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ആശ്വാസ വാക്കുകൾ, നമ്മുടെ സ്നേഹ സമീപനങ്ങൾ അവർക്ക് വലിയ മാറ്റം, അവർക്ക് അവരുടെ വേദനകൾ മറക്കാൻ ഇടവരുത്തുന്നു എന്ന് പറയുന്ന മനോഹരമായ കവിതയാണ് പരിക്കേറ്റ കുട്ടി എന്ന് പറയുന്ന കവിത. ഇത് നമുക്ക് ഈ കവിതയിലെ ചില പദങ്ങളൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് അറിയാത്ത പദങ്ങളുണ്ട്, ചിലപ്പോൾ എക്സാമിന് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ആ പദങ്ങൾ അർത്ഥം കൂടി ഒന്ന് പഠിച്ചു പോകണം കേട്ടോ. പദപരിചയം. അക്ഷയം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, നശിക്കാത്തത് എന്ന അർത്ഥമാണ് അക്ഷയം എന്ന് പറഞ്ഞാൽ. അന്ധ എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവള്. അമ്പാട് സ്നേഹത്തോടെ. അലോഗ്യം ഇഷ്ടമില്ലായ്മ, അല്ലേ. പിന്നെന്താണ്? അളി വണ്ട്, ഇരിക്കപ്പൊറുതി മനസ്സിൻ്റെ സമാധാനം, ഉജ്ജ്വല നക്ഷത്രം തിളങ്ങുന്ന നക്ഷത്രം, ഉരച്ച് പറഞ്ഞ്, ഒക്കിൽ അരക്കെട്ടിൻ്റെ ഒരു വശത്ത്, ഓരത്ത് സമീപം, കഷ്ടത വിഷമം, കുഴഞ്ഞുമറിയുക സങ്കീർണമാവുക, കുന്നുകൂന്ന് നന്നായി കുനിഞ്ഞ്, കൊഞ്ഞനം കുത്തുക മുഖം കോട്ടി പരിഹസിക്കുക, കോറിയിടുക വരച്ചിടുക, കോലായ വീടിൻ്റെ ഉറയം അല്ലെങ്കിൽ വരാന്തെന്നർത്ഥം, ശതം മുറിവ് പരിക്ക് എന്നർത്ഥം. ഈ പാഠഭാഗവും ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ അർത്ഥങ്ങളാണ് സാറ് പറയണേ. ചിടുങ്ങുക കൊഞ്ചി പറയുക, ചെറുതായി പറയുക എന്നർത്ഥം. ചെറുവാല്യക്കാരൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. തെരുവോരം തെരുവിൻ്റെ അരിക്. ദുരന്തം ആപത്ത്. പുലരാങ്കാലത്ത് അതിരാവിലെ. പെടാപ്പാട് വലിയ കഷ്ടപ്പാട്. പൈതൽ തീരെ ചെറിയ കുട്ടി. ഭൂഷണം അലങ്കാരം. മയക്കുവിദ്യ എന്ന് പറഞ്ഞാൽ മയക്കാനുള്ള സൂത്രം. മരവിക്കുക അനങ്ങാൻ കഴിയാതാവുക. മൂർധാവ് എന്ന് പറഞ്ഞ നെറുകെ. ശശി ചന്ദ്രൻ എന്നർത്ഥം, അമ്പിളിമാവൻ. ശുണ്ഠി ദേഷ്യം അല്ലെങ്കിൽ വാശി. സ്ഫുരിച്ച തെളിഞ്ഞ അല്ലെങ്കിൽ പ്രകാശിച്ച. അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളെ, നമ്മളിപ്പോൾ പഠിച്ച കവിത ഏതാടാ? നമ്മുടെ പരിക്കേറ്റ കുട്ടി എന്ന് പറയുന്ന കവിതയാണ്. ഇപ്പോൾ ഒരു കുട്ടി കളിക്കാൻ പോയപ്പോൾ വീണ് പരിക്ക് പറ്റി ആ കുട്ടി കരഞ്ഞപ്പോൾ ഒരു അമ്മ ഓടി വന്ന് ആ കുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. എടാ മോനെ കരയല്ലേ, സമാശ്വാസത്തോടെ ആശ്വസിച്ചിരിക്കുന്നൊക്കെ നമ്മ പറയാണ്. എന്നാൽ കുട്ടി ഹാപ്പി ആയി പോവുകയാണ്. ആ കുട്ടി തൻ്റെ വേദനകളെല്ലാം മറന്നു പോകുന്നു. അത്തരത്തിൽ പരിക്കേറ്റ കുട്ടിയെ ഓടി വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു അമ്മയുടെ സ്നേഹസ്പർശമാണ്, അമ്മയുടെ കരുതലാണ്. വീഴ്ചകൾ സംഭവിക്കും, പക്ഷേ ആ വീഴ്ചകളൊക്കെ തന്നെ നമ്മൾ അതിജീവിച്ച്
ജീവിതത്തിൽ വലിയ പാഠം പഠിക്കണമെന്ന് ഓർപ്പിക്കുന്ന മലയാളത്തിലെ മഹാനായ എഴുത്തുകാരൻ കുമാരനാശാൻ്റെ മനോഹരമായ പുഷ്പവാടിയുടെ കവിതയാണ് പരിക്കേറ്റ കുട്ടി. ഇപ്പോൾ സെറ്റല്ലേ? അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഉഷാർക്ക് മുന്തിരിങ്ങ, ഉഷാർക്ക് നാരങ്ങ, നല്ല മാർക്ക് വാങ്ങുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.